നമസ്കാരം. SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു വനിതാ മന്ത്രിയുണ്ട് നമ്മുടെ കേരളത്തിൽ. ആ വനിതാ മന്ത്രിയുടെ പേര് ബിന്ദു കൃഷ്ണ എന്നാണ്. ബിന്ദു കൃഷ്ണയോട് വെള്ളാപ്പള്ളി നടേശനെ കാണാൻ പോയത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി ക്ഷീരദിനാശംസകളാണ്. ഇതൊക്കെ എന്താണ് ഇവരുടെയൊക്കെ മനസ്സിലുള്ളത്, അല്ലെങ്കിൽ എന്താണ് ഇവരിങ്ങനെയൊക്കെ പെരുമാറുന്നത്? മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത് ചക്ക എന്ന് പറയുമ്പോൾ കൊക്കോ എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാർ, അരി എത്ര എന്ന് ചോദിച്ചാൽ പയറഞ്ഞാഴി എന്ന് പറയുന്ന മന്ത്രി, ഇവരെയൊക്കെ കൊണ്ട് കേരളത്തെ അങ്ങ് പുഷ്ടിപ്പെടുത്താമെന്നോ പുതുയുഗം സൃഷ്ടിക്കാമെന്നോ ഒക്കെ പറഞ്ഞു കിടക്കുന്ന VD സതീശൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി ഈ പറയുന്ന മൂഢസ്വർഗത്തിലാണ് എന്ന് പറയേണ്ടി വരും. കണക്കുകൾ പോലും നേരെ വായിക്കാൻ അറിയാൻ വയ്യാത്ത ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്തിനും മുഖ്യമന്ത്രി തന്നെ ആയിക്കോട്ടെ, കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിലെ ഒരു പ്രവേശനോത്സവ ചടങ്ങിനിടയിൽ നിന്നുകൊണ്ട് ആ മുഖ്യമന്ത്രി 5 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് തോക്കിൻ്റെയും ബോംബിൻ്റെയും എക്സ്പ്ലോഷൻ്റെയും, അതായത് എന്താ പറയുക, നോളജ് എക്സ്പ്ലോഷനെയും കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണോ? അപ്പോൾ അതാണ് പറയുന്നത്, വിവേചന ബുദ്ധി തൊട്ട് തെളിച്ചിട്ടില്ലാത്ത കുറേ മന്ത്രിമാരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് പുതുയുഗം നിർമ്മിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് നമ്മുടെ UDF മന്ത്രിസഭ. അവിടെയാണ് ഈ ബിന്ദു കൃഷ്ണയെ പോലുള്ള ഒരു മന്ത്രി എന്തിനാണ് വെള്ളാപ്പള്ളി നടേശനെ കണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ഷീരദിനാശംസകൾ നേരുന്നത്. നല്ല പൊരുത്തമുള്ള മന്ത്രിയാണ്. ഇങ്ങനെയുള്ള മന്ത്രിമാർ ഇനിയും ഉണ്ടാകുമോ ഈ മന്ത്രിസഭയിൽ എന്ന് പലരും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്, പുറത്തുള്ളവർ. എന്തുകൊണ്ടാണ് ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം ഇക്കണ്ട നാട്ടിൽ നാടുനീളെ നടന്നുകൊണ്ട് മതവിദ്വേഷം പ്രചരിപ്പിക്കുകയും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെയും അതോടൊപ്പം പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് പോലെയുള്ള രാഷ്ട്രീയ പാർട്ടിയെയും എടുത്തിട്ടലക്കി തെരുവിൽ. അവരിവിടെ എന്തോ പ്രത്യേക ജില്ലയാകാൻ പോകുന്നു, അവർ പ്രത്യേകിച്ച് വേറെന്തോ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്, അവർ അധികാരത്തിലിരുന്നു കൊണ്ട് നേടേണ്ടതെല്ലാം അവർ നേടിയെടുത്തുകൊണ്ടിരിക്കുന്നു തുടങ്ങിയ ക്രൂരമായ ആരോപണങ്ങൾ ഉന്നയിച്ച ഒരു വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൃത്യമായ ഒരു തെരഞ്ഞെടുപ്പ് ടൂളാക്കി, ഉപകരണമാക്കി മാറ്റാൻ UDFന് കഴിഞ്ഞു എന്നുള്ള UDFന്റെ വിജയം തന്നെയാണ്. അക്കാര്യം സംശയലേശം ഇനി പറയാൻ പറ്റും. ഇവിടെ നമുക്കറിയാം, വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ പറയുകയും പിന്നീട് പിണറായി വിജയൻ 90 കഴിഞ്ഞ ആ പടുവൃദ്ധനെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ വന്ന സാഹചര്യത്തിൽ വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് പിണറായി വിജയൻ ഇതൊക്കെ പറയിക്കുകയാണ് എന്ന് പൊതുജനത്തോട് ഒരു ഉളുപ്പുമില്ലാതെ ഈ UDF വിളിച്ചു പറഞ്ഞു. കുറേയധികം ആൾക്കാർ അത് വിശ്വസിക്കുകയും ചെയ്തു. കാര്യം വെള്ളാപ്പള്ളിയോട് ഒട്ടും ഇഷ്ടമില്ലാത്ത കുറേയധികം ആൾക്കാരുണ്ട്. വെള്ളാപ്പള്ളിയെ കാണുന്നത് ചതുർത്ഥി കാണുന്നതിനേക്കാൾ അറപ്പായി കാണുന്ന കുറേ ആൾക്കാർ. അവരൊക്കെ ഒരുപക്ഷെ മറിഞ്ഞിട്ടുണ്ടാവാം. ഈ പറച്ചിൽ കൊണ്ട് ഗുണമുണ്ടായത് ന്യൂനപക്ഷ വോട്ടുകൾ കൃത്യമായി ഇടതുപക്ഷത്തിൽ നിന്നും അകറ്റി മാറ്റാൻ UDFനെ കൊണ്ട് സാധിച്ചു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ വെള്ളാപ്പള്ളിയെ ഒരു തെരഞ്ഞെടുപ്പ് ഉപകരണമാക്കി അവർ മാറ്റുകയും അതിലൂടെ ന്യൂനപക്ഷ വോട്ടുകളെ ഏകീകരിച്ചുകൊണ്ട് UDFനെ അത് വളരാൻ വേണ്ട ഒരു മണ്ണാക്കി മാറ്റുകയും ചെയ്തു എന്നുള്ളത് വസ്തുനിഷ്ഠമായി നമുക്ക് പറയാൻ സാധിക്കും. ഒരു പ്രതീതി സൃഷ്ടിക്കപ്പെടുക. അപ്പോൾ സ്വാഭാവികമായും വെള്ളാപ്പള്ളി നടേശനെ ചുമന്നുകൊണ്ട് നടക്കുന്ന ഇടതുപക്ഷക്കാർ ന്യൂനപക്ഷ വിരുദ്ധരായി ചാപ്പയടിക്കപ്പെട്ടു. നമ്മൾ ആലോചിക്കുക, മതേതരത്വവും സെക്യുലറിസത്വത്തെക്കുറിച്ചും ഒക്കെ ആർജവത്തോടു കൂടി പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന നമ്മുടെ പുതിയ മുഖ്യമന്ത്രിയുടെ ഒരു നാണം കെട്ട കളിയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇതെല്ലാം കഴിഞ്ഞു. വെള്ളാപ്പള്ളി ഇഫക്റ്റിൽ ഒരുപക്ഷെ ഇടതുപക്ഷം പരാജയപ്പെട്ടു എന്ന് നമുക്ക് കരുതാം. അതിനപ്പുറത്ത് വേറെ ചില കഥകളുണ്ട് കേട്ടോ, അതവിടെ നിൽക്കട്ടെ. ഈ മതേതരത്വത്തെ വലിയ പുഷ്കലമായി കൊണ്ടു നടക്കുന്ന, എടുത്ത് തലയിൽ കയറ്റിക്കൊണ്ട് നടക്കുന്ന ഈ UDFകാരിലെ മന്ത്രിമാർക്ക് ഇപ്പോൾ ഇവരോടൊക്കെ വല്ലാത്ത അടങ്ങാത്ത പ്രണയമാണ്. ഈ ബിന്ദു കൃഷ്ണ എന്ന് പറയുന്ന മന്ത്രി ഈ വെള്ളാപ്പള്ളിയുടെ കടിച്ചുകുളങ്ങരയിലെ വസതിയിലേക്ക് എത്തി. ആ വീട്ടിലേക്ക് എത്തിയിട്ട് കാല് തൊട്ട് വണങ്ങി, എന്നിട്ട് ഏറ്റവും ഒടുവിൽ തൊഴുതു പിടിച്ച് വെള്ളാപ്പള്ളിയുടെ മുന്നിൽ നിന്നു. 2 കൈകളും നീട്ടി തലയിൽ കൈവച്ച് അനുഗ്രഹാശിസുകൾ ചൊരിയുന്ന ഒരു ദേവസമാനനായി നിൽക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. അത് കണ്ടിട്ട് കോരി തെരിച്ചിട്ടാണ് അവിടെ ബിന്ദു കൃഷ്ണ ഭക്തി പാരവശ്യത്തോടു കൂടി വെള്ളാപ്പള്ളിയുടെ മുന്നിൽ നിന്നത്. അതിനെക്കുറിച്ചാണ് മാധ്യമങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ക്ഷീരദിനാശംസ നേർന്നുകൊണ്ട് ആളുകളെ ആടിനെ പട്ടിയാക്കുന്ന പരിപാടിയാണ് ശരിക്കും ബിന്ദു കൃഷ്ണ എന്ന് പറയുന്ന മന്ത്രി കാണിച്ചത്. ശരിയായ നടപടിയാണോ? ബിന്ദു കൃഷ്ണ സാധാരണ ഒരു കോൺഗ്രസ്സുകാരി മാത്രമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ SNDP യോഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അതേ സമുദായത്തിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ സാധാരണഗതിയിൽ പോയി കാണാമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. നിങ്ങളൊരു മന്ത്രിയായിരുന്നു. ഈ പറഞ്ഞ ബിന്ദു കൃഷ്ണ ഒരു മന്ത്രിയാണ്. ആ മന്ത്രി വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന സമുദായ ആചാര്യരെ മാത്രമല്ല അവിടെ നമ്മൾ കാണേണ്ടത്. BDJS എന്ന് പറയുന്ന സംഘപരിവാറിനോട് ഒട്ടി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലയിലാണ് അവിടെ വെള്ളാപ്പള്ളി നടേശനെ കാണേണ്ടത്. തുഷാർ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ഒരാൾ ഇവിടുന്ന് പട്ടും വളയുമായി ഇപ്പോൾ കണ്ടോൺമെൻറ് ഹൗസിലേക്ക് ചെന്നിട്ടുണ്ടായിരുന്നു.
വി.ഡി. സതീശൻ എന്ന് പറയുന്ന പുതിയ മുഖ്യമന്ത്രിയെ അലങ്കരിക്കാൻ. അങ്ങനെ അലങ്കരിക്കുമ്പോഴാണ് ഇവിടെയാണ് വേറൊരു പ്രശ്നം കിടക്കുന്നത്. തുഷാർ വെള്ളാപ്പള്ളി SNDPയുടെ ലെവലിലല്ല പോകുന്നത്. ഈ തുഷാർ വെള്ളാപ്പള്ളി ഓപ്പറേഷൻ ലോട്ടസ് എന്ന് പറയുന്ന ഒരു പരിപാടിയുമായി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ആരോപണത്തിൽ പെട്ടു നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതായത് സാമ്പത്തിക ക്രമക്കേട് എന്ന് പറയുന്ന ഒരു ആരോപണത്തിൽ പെട്ടു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ആര്? തുഷാർ വെള്ളാപ്പള്ളി. ആ തുഷാർ വെള്ളാപ്പള്ളിയാണ് ഷാളും ബൊക്കയുമായി വി.ഡി. സതീശനെ കാണാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഇറങ്ങിപ്പോയിട്ടില്ലാത്ത കണ്ടോൺമെൻറ് ഹൗസിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ അദ്ദേഹം എത്തുകയും ചെയ്തു. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം ലത്തീൻ അധ്യക്ഷന്മാരുടെ, അതിരൂപത അധ്യക്ഷന്മാരുടെ വീടുകളിലേക്ക് രാത്രി പോയിട്ടുണ്ട്. രായ്ക്ക് രാമായണം പോയിട്ടുണ്ട്. എന്തിനാ? ലത്തീൻ സഭയിൽ നിന്നുള്ളവർ പറഞ്ഞു ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ടവരാരും മന്ത്രിസഭയിലില്ല. അത് പറഞ്ഞ് ചാലുവാക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി. ഇവിടെ സംഭവിക്കുന്നത് എന്താ? UDF എന്ന് പറയുന്ന ഒരു മുന്നണി ഭരിക്കുമ്പോൾ സകലമാന മതമേലധ്യക്ഷന്മാർക്കും എല്ലാ സാമുദായിക നേതാക്കന്മാർക്കും അവരവരുടേതായ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ സാധിക്കും. അതായത് ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട 2 മന്ത്രിമാർ, ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട 4 മന്ത്രിമാർ, ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട 5 മന്ത്രിമാർ എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ വയ്ക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് UDFൻ്റെ എക്കാലത്തെയും പരാജയം. അതായത് സമുദായ സമവാക്യങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് പോയാൽ മാത്രമേ UDF എന്ന് പറയുന്ന ഒരു മുന്നണിക്ക് കേരളത്തിൽ നിലനിൽക്കാൻ സാധിക്കൂ എന്ന് പറയുന്ന ഒരു നെറികേടിൻ്റെ രാഷ്ട്രീയമുണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനുമായി കൂടിക്കാഴ്ച നടത്തിയതിനെ വെറും ക്ഷീര ദിനം കൊണ്ട് ആശംസിച്ചുകൊണ്ട് കാര്യമില്ല മന്ത്രി. മേഡം അത് മനസ്സിലാക്കുക. ഒരു സംസ്ഥാനത്തെ മന്ത്രിയാണ്. ആ മന്ത്രി വെള്ളാപ്പള്ളി നടേശനെ പോലെ BDJSൻ്റെ ഒരു നേതാവിനെ കാണാനായി പോകുമ്പോൾ അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയത്തെക്കുറിച്ചും അവിടെ എന്ത് ചർച്ചയായതിനെക്കുറിച്ചും മാധ്യമങ്ങളോട് പറയാനുള്ള മൗലികമായ ബാധ്യത അങ്ങേക്കുണ്ട്. അത് പക്ഷേ മറന്നു പോകുന്നുണ്ട്. ഈ പറയുന്ന നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയും പോയുള്ള തുഷാർ വെള്ളാപ്പള്ളിയുമായി കൂടിക്കാഴ്ച നടത്താൻ എന്തിനായിരുന്നു ആഭ്യന്തര വകുപ്പ് മന്ത്രി ഈ പറയുന്ന കുറ്റാരോപിതനെന്ന് നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്ന ആ വ്യക്തിയുമായി എന്തിന് കൂടിക്കാഴ്ച നടത്തണം? ആ സംസ്ഥാനത്തിൻ്റെ എന്ത് ആഭ്യന്തര പ്രശ്നം സംസാരിക്കാനാണ് ഈ പറയുന്ന തുഷാർ വെള്ളാപ്പള്ളിയുമായി കൂടിക്കാഴ്ച നടത്തിയത്? അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ എന്തൊക്കെയോ ചില ദുരൂഹ രാഷ്ട്രീയ പരിതസ്ഥിതികൾ അതിനുള്ളിൽ ഉൾച്ചേർന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശൻ മലക്കം മറിയുകയും ചെയ്തു. ഇപ്പം UDF ആണ് ഏറ്റവും വലിയ മുന്നണി, UDF ആണ് ഏറ്റവും വലിയ താരമായി നിൽക്കുന്ന ഒരു മുന്നണി. അവിടെ പിന്നെ ഈ പറയുന്ന വി.ഡി. സതീശനാണ് ഏറ്റവും മികച്ച മുഖ്യമന്ത്രി. ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ച് അല്ലെങ്കിൽ ആ രീതിയിലേക്ക് വാക്കുകൾ മാറ്റി പറയാൻ വെള്ളാപ്പള്ളി നടേശനെ കഴിഞ്ഞ ആളുള്ളൂ എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ അക്കാര്യത്തിലും വെള്ളാപ്പള്ളി വിജയിച്ച് നിൽക്കുന്ന സാഹചര്യമുണ്ട്. എന്ന് വെച്ചാൽ കേരളത്തിലെ മന്ത്രിമാർ എല്ലാം ഇപ്പോൾ പുതിയ തലമുറയിലെത്തിയ മന്ത്രിമാർക്കെല്ലാവർക്കും ഈ രീതിയിലുള്ള ചില എന്താ പറയുക ചില ഒരു അടിയൊഴുക്കുകൾ എവിടെയൊക്കെയോ ഉണ്ട്. ഇനിയും ഏത് തരത്തിലുള്ള ഡീലാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ വേറൊരു കാര്യം, ലീഗിനോടും ഇവരെ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്തുകൊണ്ട് പിന്നാലെ നടന്ന ജമാഅത്തെ ഇസ്ലാമിയോടും ഒക്കെയാണ് പറയാനുള്ളത്. നിങ്ങൾ കണ്ടോ ഇങ്ങനെ ഒരു നീക്കത്തെ? മുസ്ലിം ലീഗിനെ നാഴികയ്ക്ക് 40 വട്ടം തെരുവിലിട്ട് വലിച്ചു കീറി, മാധ്യമങ്ങളുടെ മുന്നിൽ പോലും ഇട്ട് വലിച്ചു കീറിയ വെള്ളാപ്പള്ളി നടേശൻ്റെ തിണ്ണ നിരങ്ങാൻ വേണ്ടി നിങ്ങൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഊർജം കൊടുക്കുന്ന മുന്നണിയിലെ പ്രധാന കക്ഷിയിലെ പ്രധാന നേതാക്കന്മാർ ഇങ്ങനെ തിണ്ണ നിരങ്ങുന്നത് കണ്ടിട്ടില്ലേ ലീഗുകാരെ എന്ന് ചോദിക്കേണ്ടി വരും. ജമാഅത്തെ ഇസ്ലാമിക്കാരോടും അതേ ചോദ്യം ചോദിക്കേണ്ടി വരും, നിങ്ങളിതൊന്നും കാണുന്നില്ലേ എന്ന്. അപ്പോൾ ഇവരെല്ലാം വിശ്വസിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതെല്ലാം ഇനിയിപ്പോൾ നിങ്ങൾക്കും അതായത് മുസ്ലിം ലീഗുകാർക്കും വളരെ വേണ്ടപ്പെട്ട വാചകങ്ങൾ തന്നെയാണോ എന്ന് ഒരു ആത്മപരിശോധന കൂടി നടത്തുന്നത് ഉചിതമായിരിക്കും എന്നാണ് തോന്നുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.